സ്നേഹത്തിനായാലും പ്രാർത്ഥനയ്ക്കായാലും. അവിടെ ഒരുത്തിയുടെ കാര്യം അറിയാലോ. 2-3 ദിവസം കഴിഞ്ഞാ ഞങ്ങളുടെ വിവാഹ. എന്താ നിങ്ങളുടെ മനസ്സിലെന്ന് ഞങ്ങളൊക്കെ ഭയന്നിരിക്കുവാ. അതിന് നിങ്ങളൊക്കെ എന്തിനാ ഭയക്കുന്നത്? ഞാൻ വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് പോകുന്നത്. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി പ്രതികാരം എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ട് എന്താ കാര്യം? കാർത്തു നല്ലവളായതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അവൾക്ക് ജീവിക്കാൻ ഒരു അവസരം കൊടുത്താ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ വീട്ടിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങേണ്ടി വരുന്നത് കാർത്തൂനും പവിത്രയിടത്തേക്കായിരിക്കും. കണ്ണേട്ടനെന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ 1-2 ഫോട്ടോ കാണിച്ചു തന്നു അരുൺ സാർ ഫോണില്. അതിനപ്പുറം എനിക്ക് ഒരു പരിചയമില്ല. എന്നാൽ അദ്ദേഹത്തെ പറ്റിയുള്ള കഥകൾ കേട്ടപ്പോ ഇതുപോലൊരു ഏട്ടൻ എനിക്കില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. അരുൺ സാറിന്റെ കാര്യം അങ്ങനെ തന്നെയാ. അങ്ങനെയുള്ളൊരു ഏട്ടന്റെ വാക്ക് കേൾക്കാതെ വിജിതയെ പോലൊരു പെണ്ണിനെ ഭാര്യയാക്കിയവനാ ഉണ്ണി. അതുകൊണ്ട് അവൻ കുറച്ചൊക്കെ വേദനിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എനിക്കങ്ങനെ കരുതാൻ പറ്റില്ല ദീപേട്ട. ആരുമില്ലാത്ത എനിക്ക് ആശ്രയമായത് ആ വീടാ. അതുകൊണ്ട് അവിടെയുള്ള ആർക്കും ഒരാപത്തും വരാൻ പാടില്ല. മുമ്പ് ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണമെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അതേതായാലും നടക്കും. കല്യാണത്തോട് ഇപ്പോഴും ചെറിയ എതിർപ്പുണ്ട് കാർത്തൂന്. അതൊക്കെ അങ്ങ് മാറുന്നേ. അതിന്റെ മുന്നോടിയായിട്ടാ എല്ലാ നാണവും മാറ്റിവെച്ച് കാർത്തു അരുൺ സാറിന്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ കണ്ണേട്ടനെ കണ്ടിട്ട് വരാം. അന്വേഷിച്ചായി പറഞ്ഞേക്ക്. ഇടയ്ക്ക് വരാമെന്നും പറ. മാർക്കറ്റിലോട്ടൊന്ന് വരാൻ പറഞ്ഞിട്ട് വന്നില്ല. വെയിലത്ത് ഞാൻ 1.5 കിലോമീറ്റർ നടന്നിട്ട് പപ്പേട്ടന് ഒരു കുഴപ്പമില്ല. ആ പോയോളെ കണ്ടാ മതിയല്ലോ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? പോണെങ്കിൽ പോടി. പോയാലും ഞാൻ പിന്നാലെ വരുമൊന്നുമില്ല. ഭർത്താവിനെ മനസ്സിലാക്കാത്ത ഭാര്യ കൂടെ കഴിയാത്തതാ നല്ലത്. ഓ, ഞാനങ്ങോട്ട് ഇറങ്ങേണ്ട താമസം. അതോടെ അവള് വന്ന് കേറും പുതിയൊരു കുടുംബം തുടങ്ങാൻ. അങ്ങനെ വന്നു കയറിയാലും കൂട്ടുകാരന്റെ ഭാര്യ തന്നെയാടി. അവളെ എങ്ങനെ കാണണമെന്നും അവളോട് എങ്ങനെ പെരുമാറണമെന്നും എനിക്കാരും പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. നിന്നേക്കാൾ എന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട് കണ്ണനും കുടുംബത്തിനും. കാരണം അവർക്ക് എന്നെ അറിയാം. ചുറ്റിപ്പറ്റി നിന്ന് ഉച്ചയൂണിന് സമയമാകും. ഒന്നുറങ്ങിയും കൂടെ കഴിഞ്ഞാ പിന്നെ വൈകിട്ടുള്ള ചായ കൂടിയായി. ദേ അതുപോലെ ഇവിടെ വാഴാൻ പറ്റത്തില്ല കേട്ടോ. ദേ അതുകൊണ്ട് നേരെ മണം ചെയ്തോണം കേട്ടോ. ആ നീ പോയി തെങ്ങിന്റെ തടം വെട്ട. ആ ഇതാരായി വന്ന്? പപ്പേട്ടൻ ഈ വീട്ടിലേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവർ തമ്മിൽ പുറത്തു വെച്ച ഇപ്പൊ കൂടിക്കാഴ്ച. പവിത്രയും പപ്പേട്ടനെ സംസാരിക്കുന്നത് കണ്ടിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നു. പോലും ഓർക്കാതെയാ രണ്ടും കൂടെ രാവും പകലും ഒരുപോലെ കണ്ടുമുട്ടുന്നത്. ഇനി പവിത്ര നിന്റെ വീട്ടിലോട്ടെങ്ങാണ്ട് വരുവാണെങ്കിൽ വീട്ടിനകത്ത് ചെലവ് കാണുമല്ലോ. അതെടുത്ത് അവിടെ തലക്കിട്ടൊന്ന് കൊടുക്കണോടി. എന്നിട്ട് ജയിലിൽ പോണം. സ്വന്തം ഭർത്താവ് അന്യ പെണ്ണിന്റെ കൂടെ ജീവിക്കുന്നത് കാണുന്നതിനേക്കാൾ നല്ലത് ജയിൽവാസമാടി. അവസാനം അവളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഡോക്ടറും വേണ്ട, കളക്ടറും വേണ്ട. നമ്മുടെ മോള് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വളർന്നാ മതി. എങ്കിലേ നാളെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ഉള്ളവർക്കൊക്കെ സമാധാനം കിട്ടൂ. എന്നിട്ട് വിശദമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു.
രണ്ടാളും കൂടി ഇപ്പൊ രണ്ടു വഴിക്ക് സഞ്ചരിച്ചോണ്ടിരിക്കുക. ഒരുത്തി പാപ്പാന്റെ പിന്നാലെ, ഒരുത്തി ആരുടെയൊക്കെയാ പിന്നാലെ പോകുന്നെന്ന് അവക്ക് പോലും അറിയില്ല. എന്നിട്ട് എന്റെ കണ്ണന്റെ പേരും പറഞ്ഞ് കരണ പിടിച്ചു പറ്റാൻ നോക്കുക. അമ്മ ജയിലിൽ പോയി കണ്ണേട്ടനോട് ചോദിക്കും, ഞാൻ കണ്ണേട്ടനെ കാണാൻ അവിടെ ചെന്നോന്ന്. അമ്മ പോകുന്നില്ല, പിന്നെ ഞങ്ങളെങ്കിലും പൊക്കോട്ടെ. നിന്റെയൊക്കെ ഭാഗ്യദോഷം കൊണ്ടാടി എന്റെ മോൻ ജയിലിൽ കിടക്കുന്നത്. എന്റെ കുഞ്ഞിനെ പോയി കാണാൻ എനിക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ടടി. അവനെ പോയി കണ്ടിട്ട് വന്നാ പിന്നെ നിന്നെയൊക്കെ തല്ലുവല്ല, ചിലപ്പോ കൊന്നു വരും. എനിക്കറിയാം മോളെ, ഇപ്പൊ മോളെ ആലോചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താണെന്ന്. അരുൺ സാറിന് കടുത്ത പനിയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നാമം ജപിച്ചിരുന്നത് സാറിന് വേണ്ടി തന്നെയാ. അല്ലെങ്കിൽ മോള് സാറിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടാവും. ഞാനൊന്നും പോയിട്ടൊന്നുമില്ല. ദേ പോയെന്ന് പറഞ്ഞാ ഈ അടിയുടെ വേദനയൊക്കെ ഞാനങ്ങ് മറക്കും. എനിക്കിഷ്ടമാണ് കാർത്തൂന് ഒരുപാട്. അതുകൊണ്ട് തന്നെ കാണാനും തന്നോട് സംസാരിക്കാനും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ദിവസത്തിൽ ഒരു തവണയെങ്കിലും തന്നെ കാണണമെന്ന് എനിക്കുണ്ട്. അതിനുള്ള അവസരം ഒരുക്കണമെന്നുള്ള പ്രാർത്ഥനയില്ല. ഞാൻ വെക്കട്ടെ. പനി കുറഞ്ഞെന്നറിഞ്ഞതില് സന്തോഷം. ശരി. ഞാനിപ്പോ ഒരു കാമുകന്റെയും നിരാശാകാമുകന്റെ ഇടയിലാ. പെണ്ണ് കെട്ടിയോണ്ട് എനിക്കാണെങ്കിൽ പ്രേമിക്കാനും പറ്റില്ല. നാളെ എന്ന ദിവസം പെട്ടെന്നങ്ങ് കഴിയണം. കാർത്തൂനെ കാണാൻ എനിക്ക് അത്രയ്ക്ക് തിടുക്കമായി. എന്നും പവിത്ര എടുത്ത് ശ്രദ്ധിച്ചത്. ഉണ്ണിയേട്ടന് ആഹാരം കഴിച്ചിട്ട് തൃപ്തിയോടെ എഴുന്നേറ്റ് പോകുമ്പോ അതിലേറെ തൃപ്തിയായിരുന്നു ഏടത്തിയുടെ മുഖത്ത്. അതുകൊണ്ട് ഉപകാരമൊന്നും ചെയ്യണ്ട. ഇവിടെ ഉള്ളിടത്തോളം കാലം വേദനിപ്പിക്കരുത്. ഈ കറി കണ്ണിലേക്ക് വീഴുന്നതിന് മുമ്പ് പോകാൻ. രണ്ടിനെയും പടിയിറക്കി വിട്ടിട്ട് ഇവിടെ ചാണകവെള്ളം തളിക്കണം. നീ എന്തൊന്നും കഴിക്കാത്തെ? എനിക്ക് വിശപ്പില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിയേട്ടാ. നിനക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കാരണം എന്റെ ഏടത്തിയും കാർത്തുവാണെന്നറിയാം. അവര് പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിൽ തന്നെ കിടക്കുക. എന്റെ വിജിതയെ നീ ഇനിയെങ്കിലും എന്നൊന്ന് മനസ്സിലാക്ക്. അവര് പറയുന്ന കള്ളങ്ങളല്ല, ഞാൻ പറയുന്ന സത്യങ്ങളാ നീ കണക്കിലെടുക്കേണ്ടത്. എനിക്കൊന്നിനും പരാതിയില്ല. ഞാൻ അത്ര നല്ല പെൺകുട്ടിയാണെന്നുള്ള അവകാശവും ഇല്ല. എന്റെ മനസ്സ് ശരിയല്ല. അതുകൊണ്ട് ഉണ്ണിയേട്ടന് ഇനി കുറച്ചകലമൊക്കെ തോന്നി. എനിക്ക് അത് മതി.
അറിയാടി, നീയും പവിത്ര എന്ന് പറയുന്നവളും പരിശുദ്ധിയിലും മുങ്ങി താഴ്ന്നവരാ, പകരം വെക്കാൻ ഇല്ലാത്തവരാ. അതുകൊണ്ട് എന്നെ പോലുള്ളവരോട് നീ തിരിഞ്ഞു നിന്ന് സംസാരിക്കരുത്, സ്വഭാവദൂഷ്യമുള്ളവരോട് സംസാരിക്കരുതെന്ന്. എന്തായാലും നിന്റെ തൊലിക്കട്ടി അപാര. ഭർത്താവ് ഉറങ്ങിക്കിടക്കുമ്പോ ആ ഉറക്കത്തിന്റെ ആഴ് വളർന്നിട്ട് കാമുകനുമായിട്ട് സംസാരിച്ചു ചിരിക്കുന്നു. എന്നിട്ട് ആ ഭർത്താവിനാണെങ്കിലോ ഭാര്യ അമിതമായ വിശ്വാസവും. അതിൽ നിനക്ക് അസൂയ ഉണ്ടെങ്കിലേ ഇപ്പൊ നടന്നതൊക്കെ പോയി പറയടി. ഉണ്ണിയേട്ടനെയും എന്നെയും തമ്മി തല്ലിക്കും. ഇനി ഞങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത തരത്തിൽ നീ ഉണ്ണിയേട്ടനെ മാറ്റിയെടുത്ത ആളുള്ളവരാ. നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടോടി? അങ്ങനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാവോ? വഴി പിഴച്ച ഏതോ ഒരു സ്ത്രീ വഴിയിൽ ഉപേക്ഷിച്ച ഒരുത്തി, അതാണ് നിന്റെ മേൽവിലാസം. അതുകൊണ്ട് നീയും വിവാഹം കഴിക്കാതെ അമ്മയാകും. അങ്ങനെ ഒരു വിധി എനിക്കുണ്ടാവില്ല. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് അച്ഛനും അമ്മയില്ല. എന്നാ അതെല്ലാം ഉള്ള നീയാ താലി അഴിച്ചു വെച്ച് അന്യ ആളുടെ ഒപ്പം കറങ്ങുന്നത്. രാത്രി എല്ലാവരും ഉറങ്ങിയെന്നറിഞ്ഞുകൊണ്ട് അയാളെ സ്നേഹിക്കുന്നത്. നിന്നെ കണ്ണുടച്ച് വിശ്വസിച്ച് നിൽക്കുന്ന ഉണ്ണിയേട്ടനും അതൊക്കെ കേട്ട് നിൽക്കുമായിരിക്കും. എന്നാ ഞങ്ങളെ കൊണ്ട് അതിന് പറ്റില്ല. പറയാനുള്ളത് ഞാൻ പറയും. നീ ഇറക്കി വിടുന്നെങ്കിൽ ഇറക്കി വിട്ടോ, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ജീവിതം മടുത്ത് കിടക്കുക ഞങ്ങൾ. സാറിന് എന്നെക്കാളും പ്രായക്കൂടുതലാണെങ്കിലും പരിചയസമ്പത്ത് ഈ കാര്യത്തിൽ എനിക്കാ സാറേ. അതുകൊണ്ട് ഞാൻ ദീപനെ ഈ വിഷയത്തില് ഗുരുവായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതൊന്നും വേണ്ട സാറേ. ഇപ്പൊ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമുണ്ട്. ഇനിയിപ്പം നിങ്ങൾ ഒന്നിക്കണം. അത് കാണുന്നതാ എന്റെ സന്തോഷം. ഈ വിവാഹത്തെ പറ്റിയൊന്നും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. നേരത്തെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ പറയാനാണെങ്കിൽ ധാരാളം സമയമുണ്ട്. സാറിന്റെ സംസാരം ഒരു ദിവസം ഒരു നേരമെങ്കിലും കേട്ടില്ലെങ്കിൽ ഇനി കാർത്തൂന് ഉറക്കം വരില്ല. ട്രാൻസ്ഫർ ഒന്ന് നടക്കുക, പക്ഷെ പോകാനും തോന്നി. 20കാരനായി കണ്ണാടിയുടെ മുമ്പിലിരുന്ന് മുടി ചെയ്യുക, ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുക, ചിന്തിക്കുക, എന്തൊക്കെയാ. സ്വപ്നത്തിൽ കെട്ട് കഴിഞ്ഞോ സാറേ? അതെന്നേ നടന്നു കഴിഞ്ഞു. ഓ, കെട്ടും കഴിഞ്ഞ് 2-3 പിള്ളേരുമായി. ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുക സ്വപ്നത്തില്. അത് അടിപൊളി. വാ 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 വാ. ഹലോ, ഏതാ റൂട്ട്? കാർത്തു നടക്കാറുള്ള വഴി കൂടി പോ. ഓ, അവിടുത്തെ കാറ്റിന് പോലും അയാളുടെ ഗന്ധ. ഓ, നടക്ക് നടക്ക് നടക്ക്. സ്നേഹിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. അതാ എന്റെ വിഷമം. ആദ്യമായി ഇഷ്ടപ്പെട്ട ആളാണ് ദീപൻ. ഉണ്ണി പോരാന്ന് തോന്നി തുടങ്ങിയെങ്കിൽ അവൾ ഉണ്ണിയും വഞ്ചിക്കും. അതോർത്ത് നമ്മൾ സഹതപിച്ചിട്ട് കാര്യമില്ല മോളെ. അവന്റെ വിധി അവൻ തന്നെ തെരഞ്ഞെടുത്തതാ. നമ്മളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാരുടെ കുടുംബത്തിലെ മൂത്തേട്ടന്മാര് പറയുന്ന വാക്കുകൾക്ക് പൊന്നിൻ വില കൊടുക്കണം. അത് കേൾക്കാതെ അവരെ വേദനിപ്പിച്ച പിന്നെ ഇതുപോലുള്ള അനുഭവങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. ഇതേതായാലും കുറച്ച് കടുത്തു പോയെടുത്തി. അതുകൊണ്ടാ ഇന്നലെ രാത്രി എന്റെയും പരിധി വിട്ടുപോയത്. ഏതായാലും എടുക്കാനുള്ളതൊക്കെ നമുക്ക് എടുത്തു വെക്കാം. ഏത് നിമിഷവും ഈ വീട് വിട്ട് പോയി കഴിഞ്ഞാ ഇതൊക്കെ തന്നെയായിരിക്കും എടുത്ത അവസ്ഥ. കണ്ണേട്ടൻ ഇവിടെ ഉള്ളപ്പോ നമ്മളൊന്നും അറിഞ്ഞില്ല. കണ്ണേട്ടൻ പോയി കഴിഞ്ഞപ്പോഴാ ആ തണൽ എത്രയായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നു?
ഉണ്ണി സത്യങ്ങൾ അറിഞ്ഞാൽ അത്രയൊക്കെ ഉള്ളു സുധേ. അത് ഇവക്കറിയാം. ദീപനാടി അപകടകാരി. എന്നാലും കെട്ടുതാലി കഴുത്തിൽ കിടക്കുകയല്ലേ, അത് ഇത്ര പെട്ടെന്ന് പൊട്ടിച്ചു കളയണോ? മോളെ, ഉണ്ണി കഴിഞ്ഞകാല സംഭവങ്ങൾ അറിഞ്ഞാലും മോളെ വിട്ടുകളയത്തില്ല. നീ ഒരു അമ്മയാകാൻ പോകുന്നെന്നറിഞ്ഞാലും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിർമ്മല ഡോക്ടറെ പോയി കാണാൻ. അല്ല, അന്ന് പോയിട്ട് ഡോക്ടറെ കണ്ടില്ലേ മോളെ? കണ്ടിരുന്നു. ഞങ്ങൾക്ക് രണ്ടാക്കും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നെന്നറിഞ്ഞാലേ ഉണ്ണി പിന്നെ എന്ത് വന്നാലും കണ്ണടയ്ക്കും. അവന്റെയൊക്കെ കൈക്ക് തന്നെ നല്ല മൂർച്ചയുണ്ട്. രണ്ടെണ്ണം കൂടെ ഇങ്ങോട്ട് വന്നാ പിന്നെ ആനയുടെ മുമ്പിൽ അകപ്പെട്ട പോലെ തന്നെയാ. ഭയന്നൊന്നും ജീവിക്കാൻ വയ്യ പപ്പ. തല കുനിച്ച് നിൽക്കാൻ വയ്യ. ഒരുപാട് വണങ്ങി നിന്നു കാർത്തുവിന്റെയും പവിത്രയുടെയും മുന്നില്. അതവളുമാര് ശരിക്കും മുതലാക്കുകയും ചെയ്തു. പിന്നെ ഉണ്ണിയേട്ടന് അത്ര പരിശുദ്ധനൊന്നും അല്ലല്ലോ. കാർത്തുവിനോട് കാണിച്ചതൊക്കെ നമുക്കും പറയാനുണ്ടല്ലോ. വിവാഹത്തിന് മുമ്പ് ഒരാളെ സ്നേഹിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ദീപേട്ടൻ എല്ലാം അറിഞ്ഞിട്ട് ക്ഷമിക്കാൻ തയ്യാറായ പിന്നെ എനിക്ക് ആരെയും പേടിയില്ല. എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. അങ്ങനെ ഒരു സംശയം നേരത്തെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ. അതിപ്പോ കുറച്ചുകൂടി ഉറപ്പിക്കേണ്ടി വന്നേക്കുക. അനന്തരവനാണെങ്കിലും ഉണ്ണി അത്ര പോരാ. അവനൊരു പൗരുഷമില്ല. വെറുതെ ഇരിക്കും മനുഷ്യ. പെണ്ണ കേക്ക് എങ്ങനൊന്നും പറയല്ലേ. അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ആയി പോവും. പിന്നെ ഉണ്ണിക്ക് ആരോഗ്യവും അത്ര പോരാ. അതാ ഇവിടെയുള്ള ഏക സമാധാനം. കണ്ണന്റെ ആരോഗ്യവും മറ്റോ അവനുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രണ്ടാളുടെയും ദേഹത്ത് കയറി അവൻ കറ്റ മെതിച്ചേന്. ഹലോ. രാവിലെ ഒന്ന് കുളിക്കും, മുടി ചീകി വെക്കും, എന്നിട്ടൊരു പോക്ക. അതായിരുന്നു ഇതുവരെയുള്ള ശീലം. അതൊക്കെ തെറ്റുവാണല്ലോ. പുറമേയുള്ള ചന്തമല്ലടാ, മനസ്സിന്റെ നന്മ മാത്രം അളക്കുന്ന കുട്ടിയാ കാർത്തു. അത് നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ ഏതു നേരം കണ്ണാടി കടിച്ചിറക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. അതുകൊണ്ടാ ഇതിങ്ങോട്ട് കൊണ്ടുവന്നത്. സാർ, ഈ താലിമാല കല്യാണത്തിനെന്ന് കാർത്തൂന്റെ കഴുത്തിലിട്ട് കൊടുക്കണം. ദീപ, സ്നേഹമൊക്കെ സ്നേഹമാ. അവളുടെ കാശ് കൊടുത്ത് വാങ്ങിയ മാല എനിക്ക് വേണ്ട. തൽക്കാലം എന്റെ പെണ്ണിനെ കഴുത്തിലിടാനുള്ള മാല വാങ്ങാനുള്ള ആസ്തി എനിക്കുണ്ട്. അത് വേണ്ടടാ. ഇത് അവൾക്ക് തന്നെ ഇട്ടുകൊടുത്തേക്ക്. ഈ മാല കഴുത്തിലിട്ട് മുറിക്കാലും അവളെ തീരും. അവന്റെ പോക്ക് ശരിയല്ലടാ. അവന്റെ ജീവിതം ഇല്ലാതാക്കിയവളെ, ഭാവി തൊലച്ചവളെ ഈ നാടകത്തിനൊടുവിൽ അവൻ മിക്കവാറും കൊല്ലാനാണ് സാധ്യത. അത് അവന്റെ സംസാരത്തിൽ നിഴലിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ തടയാനാവില്ല. അവൻ എന്തുറപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ചെയ്യും. എടോ, മരിച്ചുപോയി വീണയുടെ അമ്മാവൻ. എനിക്ക് മനസ്സിലായി. എടീ, ദീപൻ തള്ളിയിട്ട് വന്ന ആ പെണ്ണിന്റെ അമ്മാവൻ ഈ സ്റ്റേഷനിൽ CA ആയിട്ട് ചാർജ് എടുത്തെന്ന്. ദീപനല്ലല്ലോ വീണെ തള്ളിയിട്ടത്. ഇടോ, കോടതി പോലും ഇത് പറഞ്ഞ കേസാ അവന്റേത്. നീ നമ്മളായിട്ട് തിരുത്താനൊന്നും പോകണ്ട. എങ്കിലും നടന്നോക്കെ നമുക്കറിയാലോടോ. ബാഹുലയൻ ഇവിടെ വന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാ. അയാളുടെ കണ്ണിലെ കരടാ ദീപൻ. അത് പറയാനാ ഞാൻ വന്നത്. ബാഹുലയൻ ദീപനെ കള്ളക്കേസ് കുടിക്കാലും തന്നെ അവൻ സംശയിക്കാൻ പോകുന്നില്ല. വിശ്വം പറഞ്ഞത് ശരിയാടി. ബാഹുലയൻ അവനെ കുടുക്കിയാൽ നമ്മളിലേക്ക് സംശയം നീളില്ല.
അതുമാത്രമല്ല, ആ കൃഷി ഓഫീസറോട് നമുക്ക് പറഞ്ഞും നിൽക്കാം. മതിലകത്ത് കുറയണം തലപൊക്കിയെന്ന് പറയുന്ന കേട്ടു. അവളുമാരെ കാണാൻ ഞാൻ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. എന്നാ പിന്നെ ഈ വിവരം വിജിതയോട് നീ ഒന്ന് പറഞ്ഞേക്ക്. ദീപനെ അവൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെങ്കിൽ ഈ വാർത്ത അവക്ക് സന്തോഷായിരിക്കില്ല. എന്നാലും പോയി പറഞ്ഞേക്കാം. അങ്ങേർക്ക് ദീപനോട് തീർത്താ തീരാത്ത കലിയ. അതുകൊണ്ട് ഇനി അവന്റെ കാര്യത്തിലൊരു തീരുമാനം ആയിക്കൊള്ളൂ. ദീപേട്ടിന് വെറുതെ കള്ളക്കേസി കൊടുക്കരുത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ചെയ്യാത്ത കുറ്റത്തിനല്ലേ ദീപേട്ടിനെ ജയിലിലിട്ടത്. ഇനി അത് ആവർത്തിക്കണം. നിനക്കെന്താ ഇപ്പൊ അവനോട് സഹതാപമായോ? ഇടി, ബാഹുലേൻ അവനെ കുടിക്കാൻ നമ്മളെ അവൻ സംശയിക്കില്ല. അതോടെ നീ രക്ഷപ്പെടുകയും ചെയ്യും. എങ്ങനെ രക്ഷപ്പെടാനാ? ദീപേട്ടൻ ജയിലിലായാലും സത്യങ്ങൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് പുറത്ത്. ഈ വീട്ടിനകത്ത് തന്നെ ആൾക്കാരുണ്ട്. ഇടി, അതുകൊണ്ടല്ലേ പറഞ്ഞത് നിനക്കൊരു കുഞ്ഞുണ്ടായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളത് നീയൊക്കെ തന്നെയാ. ഇവിടെ നിന്ന് ഇറങ്ങിയാലേ കേറിക്കിടക്കാൻ കിടപ്പാടം പോലും ഇല്ല. എന്നിട്ടോ ഈ അഹങ്കാരം തോർത്ത് വിരിച്ചിരുന്ന് തെണ്ടുമ്പം ഇതൊക്കെ അങ്ങ് തീരും. സുധേ, ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞുള്ള ഞങ്ങളുടെ ജീവിതത്തെ പറ്റി ആരും ചിന്തിക്കണ്ട. എപ്പോ ഇറങ്ങണമെന്ന് പറഞ്ഞാ മതി. എന്തിനാടി പറയുന്നേ? ഇറങ്ങിക്കോ. ആ കൃഷി ഓഫീസറെ ഇവളുമാർക്ക് താമസിക്കാൻ ഏതെങ്കിലും വീട് കണ്ടുവച്ചിട്ടുണ്ടാവും. അതാ ഇത്ര ധൈര്യം. പിന്നെ സൗകര്യമായല്ലോ. ഒരുത്തേക്ക് കൃഷി ഓഫീസറെയും കാണാം, മറ്റൊരുത്തേക്ക് പപ്പരയും. ചെളിയിൽ മുങ്ങി നിൽക്കുന്നവളെ വെള്ള പൂശിയിട്ട് അമ്മ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ അവളുടെ ഗണത്തിലേക്ക് തരം താഴ്ത്തു. നിങ്ങളെ രണ്ടിനെയും കാണാതിരിക്കുന്നത് തന്നെ നല്ല ഒരു അനുഭവം അല്ലയോടി. അവള് പറഞ്ഞ പോലെ ദേഷ്യം കയറിയിട്ടെ കഴിക്കാനുള്ളതില്ലേ കഴിക്കാൻ പാടില്ലാത്തതൊന്നും ഇട്ടേക്കരുതേ. അവൾക്കും അവളുടെ അമ്മയ്ക്കും ഇനി ഉണ്ണേട്ടനെ എന്തറിഞ്ഞാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ഇവിടുന്ന് പോണ്ടി വരും മോളെ. അതിന്നോ നാളെയൊന്നേ അറിയാനുള്ളൂ. അതല്ല, അതിനപ്പുറം ചെയ്യും. ഒരു സമയം 2 പുരുഷന്മാര് നിനക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. എന്താ ദീപേട്ടന്റെ മനസ്സില്? ഹേയ്, ഒന്നുമില്ല. CI ബാഹുലേനെ വീണ്ടും ജയിലിലാക്കിയ നമ്മുടെ പ്രതീക്ഷകൾ തകരൂലോന്ന് ഓർത്തതാ. അതുകൊണ്ട് ദീപേട്ടന് അധികമൊന്നും പുറത്തിറങ്ങി നടക്കണ്ട. അയാളുടെ അനന്തരവള് നിരപരാധിയാണെന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് എന്തും ചെയ്യും. നിന്റെ മതിലകത്തെ കണ്ണേട്ടൻ ജയിലിലായ പോലെ എന്നെയും ജയിലിലാക്കുന്നു. കണ്ണേട്ടൻ ജയിലിലായത് കഞ്ചാവ് കേസിലാ. കഞ്ചാവ് കടയിൽ വെച്ചിട്ട് ആ പാവത്തിനെ കുടുക്കി എന്ന് പറയുന്നല്ലേ ശരി? അതൊക്കെ അരുൺ സാർ വെറുതെ പറയുന്നതല്ലേ. ശരിക്കും കണ്ണേട്ടന്റെ കടയിൽ കഞ്ചാവ് കച്ചവടം ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ. അതാ ഞാനും ആഗ്രഹിക്കുന്നത്. ആരും അറിയാത്തൊരു യാത്ര. എന്റെ പപ്പയും അമ്മയും പോലും അറിയാതെ. പോകുന്നതിന് മുമ്പ് അവരൊക്കെ അറിയുമെന്നറിയില്ല. എന്നാ പോയി കഴിഞ്ഞാ പിന്നെ ആരും അറിയില്ല. സ്ഥലം ഞാൻ പിന്നെ പറയാം. നാളെ ഞാൻ കെട്ടുന്ന താലി കഴുത്തിലിടാൻ അവൾക്ക് സമ്മത. അങ്ങനെയുള്ളവളെ എന്ത് ചെയ്യണം സാറേ? അങ്ങനെയുള്ളവൾക്ക് വേണ്ടി ജീവിതം കളയരുതെന്നാ ദീപ ഞങ്ങൾ പറയുന്നത്. കളഞ്ഞുപോയ ജീവിത സാറേ എന്റെ.
ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അത് അതിന്റെ വഴിക്കങ്ങ് പോയിക്കോട്ടെ സാറേ. രക്ഷയില്ലടാ. അവന്റെ മനസ്സില് വിജിതയോടുള്ള പക മാത്രമേ ഉള്ളൂ. നേരെ ഒന്ന് കുളിച്ചു. അയ്യോ, പനി മാറാതെ എന്തിനാ കുളിച്ചത്? തല പൊളിച്ചില്ല, മേല് കഴുകി. നാളെ രാവിലെ കുളിക്കണം. പനി പൂർണ്ണമായിട്ട് മാറിയിട്ട് മതി. മാറിയല്ലോ, അതുകൊണ്ടല്ലേ തല കുളിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് നാളെ ഞാൻ ക്ഷേത്രത്തിൽ വരും. കുറച്ച് നേരത്തെ വരും. കാർത്തു വരുമോ? എന്തൊന്നും പറയാത്തെ? അത് മിക്ക ദിവസവും അമ്പലത്തിൽ വരുന്ന ആളല്ലേ. നാളെ ഒന്ന് വന്നു, അത്രേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ അതിരാവിലെ തന്നെ വിളിക്കാം. വിളിച്ചില്ലെങ്കിലും വരണം. കാത്തു നിന്നിട്ട് വരാതിരുന്ന അതിൽ പരൊരു നിരാശ വേറെയില്ല. ഞാൻ ഉറപ്പായിട്ടും വരാം. എന്നാ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പിന്നെ അതങ്ങ് പറഞ്ഞാലെന്താ, ആരെങ്കിലും പിടിച്ചു വിഴുങ്ങോ? മോളുടെ ഇപ്പോഴത്തെ മാറ്റമൊക്കെ ഏട്ടത്തി നന്നായി അറിയുന്നുണ്ട്. പിന്നെ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറയാൻ മോൾക്കറിയത്തുമില്ല. അങ്ങനെയുള്ളപ്പോ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറയുന്നതല്ലേ നല്ലത്. അരുൺ സാറ് ചിലപ്പോ കാണണമെന്ന് പറഞ്ഞത് വിവാഹത്തെ പറ്റി സംസാരിക്കാനായിരിക്കും. അങ്ങനെയെങ്കിൽ സാറിന് നിരാശപ്പെടേണ്ടി വരും. അതെന്താ മോളെ? ഒന്ന് സമ്മതിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു നല്ല ജീവിതം കിട്ടിയനെ എന്ന് തോന്നും. അങ്ങനെ സമ്മതിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ച ശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്തുണ്ടായാലോ? ഈ വിവാഹം വേണ്ടായിരുന്നു എന്ന് തോന്നില്ലേ? ഇതിങ്ങനെ തർക്കിച്ചു കളയേണ്ട വിഷയമല്ല. മോൾ ഒരിക്കലും അരുൺ സാറിന്റെ പിന്നാലെ നടന്നിട്ടില്ല. മോളുടെ കഥകൾ മുഴുവൻ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് മോളെ വേണമെന്ന്. അങ്ങനെ ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാ അദ്ദേഹത്തിന് ഞാൻ കാരണം ഒരു സങ്കടവും ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെന്തിനാ അദ്ദേഹത്തിന് പനിയാണെന്നറിഞ്ഞപ്പോ വേദനിച്ചത്? അദ്ദേഹത്തിനെ കാണാൻ അങ്ങോട്ട് പോയത്, അരുൺ സാറിന് വേണ്ടി പ്രാർത്ഥനയും അർച്ചനയും നടത്തിയത്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഏടത്തി. എന്നാലേ അതിന് പ്രേമോന്ന് പറഞ്ഞൊരു കാരണം കൂടിയുണ്ട്. ഏടത്തി വെറുതെ അങ്ങനൊന്നും പറയല്ലേ, പാടി നടക്കല്ലേ. ഇങ്ങോട്ടും നോക്കിയേ. പാവം. ഒന്ന് അമ്പലത്തില് വരെ. ഓഹോ, ഇപ്പൊ ആ കൃഷി ഓഫീസറെ വിട്ടിട്ട് അമ്പലത്തിലെ പൂജാരിയായോ നിന്റെ കാമുകൻ? അല്ല, ഇപ്പൊ അമ്പലത്തിലേക്ക് പോകെ ഇത്തിരി കൂടുതലാ, അതുകൊണ്ട് ചോദിച്ചതാ. അതോ ഇനി മറ്റാരെങ്കിലും വരുന്നുണ്ടോ ദേവിയെ കാണാതെ നിന്നെ കാണാൻ? ഞാൻ തൊഴാനാ പോകുന്നത്. ഡിഡി, തൊഴുതു ദേവിക്ക് പൊറുതി മുട്ടി സഹിക്കാൻ പറ്റാതായി. അതുകൊണ്ടാ പല അനിഷ്ടങ്ങളും ഇവിടെ സംഭവിക്കുന്നത്. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഈ സമയത്ത് എന്തായാലും പോവണ്ട. 10 മണി കഴിഞ്ഞിട്ട് നടയടക്കത്തുള്ളൂ. രാവിലത്തെ പൂജയൊന്ന് കാണുന്നുണ്ടായോ? പോയി ചാണാമാര്. ഞാൻ കുളിച്ചതാ അമ്മേ. എത്ര കുളിച്ചാലും ഈ ദേഹത്തെ അഴുക്ക് പോകത്തില്ലടി. അതുകൊണ്ട് പറഞ്ഞ പണി പോയി ചെയ്യ്. പോകാൻ. ഞാനൊന്ന് അമ്പലത്തിൽ വരെ പോയി വന്നിട്ട്. ദേ, പറഞ്ഞാ കേട്ടില്ലെങ്കിൽ അറിയാലേ എന്നെ. ഇനി ദേഹം നൊന്നിട്ടായിരിക്കും നീ പണി ചെയ്യാൻ പോകുന്നത്. തൊഴുത്തിലോട്ട് പോടി,
ചെല്ലടി. അവിടെ നിക്കടി. നീ എങ്ങോട്ടേ പോന്നെ? എന്റെ വേഷം ഒന്ന് മാറിയിട്ട് അത് ഞാൻ വേണ്ട, അത് വേണ്ട. നീ ഈ വേഷത്തിൽ തന്നെ ചാണകം മാരിയാ മതി. പോ, ഓടടി, ഓടാൻ. അമ്പലത്തിൽ തൊഴാൻ പോന്ന് രാവിലെ. അവിടെ ഒരു പേഴ്സ്. ചാണകം മാറില്ല നിന്റെ പണി. ഈ നേരത്തെ ഇവിടെ തൊഴുത്ത് വൃത്തിയാക്കാൻ കേറുമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടായിരുന്നല്ലോ അമ്പലത്തിലേക്കുള്ള പോക്ക്. പിന്നെന്താ ഇന്ന് മാത്രം നേരം വെളുത്തപ്പോഴേ ഒരുങ്ങി ഒരു ഓട്ടം? അവിടെ ആരെങ്കിലും കാത്തു നിൽപ്പുണ്ടോ? ആ കൃഷി ഓഫീസർ കാണോ അപ്പച്ചി? ആണോ? എന്നാ എന്റെ മോളെ ഇന്ന് അമ്പലത്തിലേക്കേ പോവണ്ട. ചുറ്റിത്തിരിയുന്നു. ഞങ്ങൾ ആരുടെയും പിന്നാലെ ചുറ്റിത്തിരിയുന്നില്ല. പിന്നെ ഇവിടെ ഒരു പണിയെടുക്കാത്ത ചിലരുണ്ട്. അവര് ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നെ ഉദ്ദേശിച്ചത്. എനിക്കറിയാം മോളെ. മോളിതൊന്നും കേട്ടതായിട്ടേ നടിക്കണ്ട. എടുപ്പത് പൊന്നും പണമായിട്ട് മോൾ ഇങ്ങോട്ട് വന്നതേ പണിയെടുക്കാനല്ല, പണിയെടുപ്പിക്കാനല്ലേ. കുത്തിയിരുന്ന് ആഹാരം കഴിച്ചാലേ പിത്തം പിടിക്കും, അഹങ്കാരവും കൂടും. അതുകൊണ്ട് രണ്ടും കൂടെ ശരീരം അനങ്ങി ഒന്ന് ജോലി ചെയ്യട്ടെ. ചെലവിലാണ് കഴിയുന്നതെന്ന ബോധമില്ലാത്ത നന്ദി കെട്ട വർഗങ്ങള്. നിന്നെ തൊട്ടതാ. ഒന്നുകൂടെ കുളിക്കണം. ആ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. പറയടി, നീ പറ. അറിയാലോ, കാർത്തൂനെ ഇത്രയധികം കാണാൻ കൊതിച്ച നിമിഷങ്ങളില്ല. എന്നിട്ട് വന്നില്ലല്ലോ ദേവി. കാത്തുനിന്ന ആള് വന്നില്ലേ സാറേ? വിഷമിക്കണ്ട, ഉടനെ വരുമായിരിക്കും. മോക്ക് അത്യാവശ്യ സൗന്ദര്യമൊക്കെ ഉണ്ട്. അല്ല, അതുകൊണ്ടാണല്ലോ അരുൺ സാർ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത്. ആള് യോഗ്യനാ. മോക്ക് ചേരും, രൂപത്തിലും സ്വഭാവത്തിലും. പക്ഷേ എന്റെ പിന്നാലെ വരുന്ന ഭാഗ്യക്കേട് നമ്മൾ വിചാരിച്ച എടുത്തു കളയാൻ പറ്റില്ലല്ലോ എടുത്തി. ഞാൻ കാരണം ഇനി ആർക്കും ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. അതേപ്പറ്റിയൊക്കെ അരുൺ സാറിനോട് പറഞ്ഞല്ലോ. എന്നിട്ടും അദ്ദേഹം വിവാഹത്തിന് തയ്യാറാണല്ലോ. അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനെ അറിഞ്ഞു വെച്ചോണ്ട് ഇരുട്ടിലേക്ക് തള്ളിയിടാൻ പാടില്ല എടുത്തി. ഇനിയിപ്പൊ അതൊന്നും ചിന്തിക്കണ്ട, വേഗം പോവാൻ നോക്ക്. ഞാൻ കാരണം ഇനി ആർക്കും ഒരു വേദന ഉണ്ടാവാൻ പാടില്ല. അതേപ്പറ്റിയൊക്കെ അരുൺ സാറിനോട് പറഞ്ഞല്ലോ. എന്നിട്ടും അദ്ദേഹം വിവാഹത്തിന് തയ്യാറാണല്ലോ. അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനെ അറിഞ്ഞു വെച്ചോണ്ട് ഇരുട്ടിലേക്ക് തള്ളിയിടാൻ പാടില്ല എടുത്തി. ഇനിയിപ്പൊ അതൊന്നും ചിന്തിക്കണ്ട, വേഗം പോവാൻ നോക്ക്. മുൻവശത്തൂടെ പോണ്ട, പിന്നാമ്പരത്തൂടെ പോയാ മതി. അല്ലെങ്കിൽ മോൾ എവിടെ നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് പോയാ മതി. അമ്മ എവിടെ നിക്കുന്നതെന്ന് പറയാം. ആര് പറഞ്ഞു വൈകിപ്പോയെന്ന്? എന്നും പോകുന്ന സമയമാണല്ലോ. ഒരാളവിടെ കാത്തു നിൽക്കാന്ന് പറഞ്ഞായിരുന്നു. ഓ, ഇപ്പോ വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. എന്നാ ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ പറയൂ. കണ്ണനെ ഇടയ്ക്ക് പോയി കണ്ടപ്പോ ആദ്യം തിരക്കിയത് കാർത്തുമോളുടെ കാര്യമാ. ഉണ്ണിയുടെ നിക്കാഹ് കഴിഞ്ഞിട്ടും
കാർത്തു വീടിനകത്തിരിക്കുന്നതിൽ കണ്ണന് നല്ല വിഷമമുണ്ട്. കണ്ണേട്ടം പുറത്തിറങ്ങിയില്ലെങ്കിൽ കാർത്തുവിന്റെ കല്യാണം ഉടനെ എങ്ങും നടക്കാൻ പോണില്ല. ഒക്കെ കാട്ടിത്തന്നു. കാണണമെന്ന് ആഗ്രഹിച്ചു വന്നപ്പോ കാണാനും പറ്റുന്നില്ല. മനഃപൂർവ്വമല്ല താമസിച്ചു വന്നത്, അതറിയാലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമമുണ്ടായ പൊറുക്കണേ ദേവി. അമ്മേ മഹാമായെ കാത്തോളണേ. ജയിലിൽ പോയപ്പോ ഈ സാറിന്റെ കാര്യം കണ്ണൻ പറഞ്ഞായിരുന്നു. അത് പപ്പേട്ടനും പറഞ്ഞല്ലോ. നല്ല ആളാ. കാർത്തുവിന് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ണേട്ടന്റെ ആഗ്രഹം നടക്കും. ഇഷ്ടപ്പെട്ട് കാണൂല്ലോ. അല്ലെങ്കിൽ ഇത്ര അണപ്പോടെ കാർത്തു അമ്പലത്തിലോട്ട് പോവായിരുന്നു. എന്തായാലും ഉണ്ണിയേക്കാളും നല്ലവനാ. കണ്ണേട്ടനെ പോലെ മണ്ണിനെ സ്നേഹിക്കുന്നവനാ. അതുകൊണ്ട് കഷ്ടപ്പെടേണ്ടി വരില്ല. ഓ, ആ കൊച്ചിനെ പഠിച്ചോൻ കാക്കും. അത്രയ്ക്ക് നല്ല സ്വഭാവം. എന്താ സാറേ? കാർത്തൂൻ അമ്പലത്തിൽ കണ്ടില്ലല്ലോ. ഇങ്ങോട്ടുള്ള വഴിയിലും കണ്ടില്ല. നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. ഇതുവഴി തിരിച്ചു പോയിട്ടില്ലല്ലോ. ഇനി നിങ്ങൾ കാണാത്താണോ? അല്ലേ സാറേ, പോയിട്ടില്ല. പോയെങ്കിൽ ഞങ്ങള് കാണാതിരിക്കോ? അമ്പലത്തിൽ പോയി കഴിഞ്ഞാലേ ചിലപ്പോ അതിനുള്ളിൽ കുറെ നേരം നാമം ജപിച്ചിരിക്കാറുണ്ട്. തൊഴുതു മടങ്ങിയെന്നാ അവിടെ ഉള്ളവരും പറഞ്ഞത്. പിന്നെ ഇതെവിടെ പോവാനാ? അങ്ങനെ മറ്റൊരിടത്തേക്കും പോകുന്ന കൊച്ചല്ല. തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടെന്റെ കാതിൽ കളിയോതുന്ന വാക്കുപോലെ അതിലോലം അനുരാഗം മാറിയ രണ്ട് മണിക്കൂറായിട്ട് ഞാൻ കാത്തു നിൽക്കുക. അലയോ? ഇപ്പോഴെങ്കിലും ശാപമോക്ഷം കിട്ടിയല്ലോ. ആശയുള്ളത് പോലെ കാണാൻ സമ്മതിക്കില്ല എന്ന്. എന്നാ പിന്നെ കണ്ടിട്ടാണ് കാര്യമൊന്നും ഞാനങ്ങ് തീരുമാനിച്ചു. അതുകൊണ്ടാ മണിക്കൂറുകളോളം ഞാനവിടെ കാത്തു നിന്ന്. ഞാൻ രാവിലെ പറഞ്ഞ സമയത്തിന് മുമ്പ് കുളിച്ചിറങ്ങിയതാ. അപ്പോ അവിടുത്തെ അമ്മ ചില ജോലികൾ പറഞ്ഞു. പിന്നെ അത് ചെയ്യാതെ പോകുന്ന എനിക്കറിയാം അവിടുത്തെ കാര്യങ്ങള്. ഇന്നിപ്പോ കാർത്തൂനെ കണ്ടില്ലെങ്കിൽ അതെന്നെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാ. എങ്കിലും തന്നെ എനിക്ക് സംശയമൊന്നുമില്ല. തക്കതായ കാരണമില്ലാതെ കാർത്തു വാക്ക് തെറ്റിക്കില്ലെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ തന്നെ പോലെ അപൂർവം ചില പെൺകുട്ടികളെ കാണൂ. ആണിന്റെ തലയെടുപ്പും സൗന്ദര്യവും ഹീറോയിസും ഒക്കെ ഇഷ്ടപ്പെടും. എന്നാ എന്റെ കാർത്തു അല്ല, അങ്ങനെ വിളിക്കാമോ?
അവസ്ഥയെപ്പറ്റി പറയാതിരിക്കുന്നത് നല്ലത്. കോളേജിൽ പഠിച്ചു തുടങ്ങിയപ്പോഴാ പെൺകുട്ടികളുടെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. എങ്കിലും ആരോടും പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നിയിട്ടില്ല. മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അവസാനം കണ്ടെത്തിയപ്പോഴോ അയാൾ പിടിതരാതെ നടക്കുകയും ചെയ്യുന്നു. അതിനൊരു അവസാനമായി. ഇനി ഇതിന്റെ ആഹ്ലാദം എന്നെ പോലെ തനിക്കും ഉണ്ടാവണമെന്ന് അത്രയും നാളും തന്നോടുള്ള ഇഷ്ടം മനസ്സിലിട്ടുണ്ട് ഞാൻ നടന്നോളാം. ഞാൻ പോവാ. എത്ര നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കണ്ടത്. കണ്ടിട്ട് മതിയായില്ല. കാർത്തു, തനിക്കിനിയൊന്നും പറയാനില്ലേ? എന്ത് പറയാ? ഇന്നത്തെ ദിവസം മുഴുവൻ നിന്നോട് സംസാരിച്ചിരുന്നാലും എനിക്ക് മതിയാവില്ലടോ. അത്രയ്ക്ക് തന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഞാൻ അറിയുന്നത് ശരിക്കും മുഷിഞ്ഞുപോയി. നിന്ന് വേറെ ഉറച്ചെന്ന് തന്നെ പറയാം. അവസാനം അയാള് വരില്ല എന്ന് ഉറപ്പായപ്പോ അങ്ങ് ചത്ത് കളയാൻ പോലും തോന്നി. എന്നിട്ട് പിന്നെ തിരികെ വരുമ്പോ കണ്ടപ്പോഴാ പാൽ പായസം കുടിച്ച പ്രതീതി അല്ലടാ. അതെടാ, അങ്ങനെ തന്നെയായിരുന്നു. പാവം കാർത്തു എന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചു. എന്നാ പിന്നെ ഇനി എന്തെങ്കിലും കഴിക്കാം. എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വാ സാറേ, കഴിച്ചിട്ട് എനിക്കൊരിടം വരെ പോകാനുണ്ട്. വയറ് നിറഞ്ഞിരിക്കുക. എന്നാലും വരാം. ഓ സാരമില്ല, വാ. ഒഴിഞ്ഞൊരു മുറിയുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാം. അയ്യോടി, ആരെങ്കിലും കണ്ടാ കുഴപ്പമാവില്ലേ? കുഴപ്പമില്ലെന്നേ, പിടിക്കപ്പെടാതിരിക്കാൻ നോക്കണം. ആരെങ്കിലും ദീപേട്ടനെ കണ്ടാ ഞാൻ ദീപേട്ടനൊപ്പം വരും. നിനക്ക് ഇത്രക്കൊക്കെ ധൈര്യമായോ? ആ എന്ന് കൂട്ടിക്കോ. ദീപേട്ട വാ വാ. അകത്തേക്ക് വിളിക്കുന്ന ഞാൻ കരുതിയില്ല. ദീപേട്ടൻ പുറത്തു നിൽക്കേണ്ട ആളല്ല, അകത്ത് വരേണ്ട ആളാണെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഈ നടക്കുന്നതൊക്കെ ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുക. എന്താ അങ്ങനെ? നമ്മുടെ വിവാഹശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങള് ദീപേട്ടനോട് പറയാനുണ്ട്. അതിപ്പോ പറഞ്ഞൂടെ? താലിയിട്ട് കഴിയട്ടെ, എന്നിട്ട് പറയാം. സത്യം പറയാലോ, ദീപേട്ടന്റെ അരികിലിരിക്കുമ്പോ ഒരു സമാധാന. ഇപ്പോഴാ ഞാൻ സുരക്ഷിതയാണെന്ന് തോന്നുന്നത്. വിജിത, 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 വിജിത. വിജിതേ, അയ്യോ ഉണ്ണീട്ടൻ. വിജിതേ,
സജിത, ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഇവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരുന്നോ? ഞാൻ എങ്ങനെയെങ്കിലും മെയിൻ സ്വിച്ച് ഓഫാക്കാം. എന്നിട്ട് ഞാൻ വന്ന് വിളിക്കുമ്പോ മാത്രം പുറത്തിറങ്ങിയാ മതി. ഈ സസ്പെൻസിന് കുറച്ചുകൂടെ ആയുസ് ഉണ്ടാവുന്ന കരുതിയത്. ഇന്നത്തോടെ അത് അവസാനിക്കൂ എന്തോ. ആരെ വന്നേന്ന് പറ. മിണ്ടാടി. കുറെ ദിവസമായി ഞാൻ സഹിക്കുവാ. ഇനി അത് പറ്റില്ല. ഇറങ്ങിക്കോളും രണ്ടു ഇവിടുന്ന് നാളെ തന്നെ. ഉണ്ണേട്ടൊന്ന് പോയി നോക്ക്. മെയിൻ സ്വിച്ച് ഓഫാക്കിയതാണോന്ന്. പെട്ടെന്ന് കറണ്ട് പോയതുകൊണ്ടേ അങ്ങനെ ഒരു സംശയം. എത്ര കൃത്യമായിട്ട് അവള് പറയുന്നത് മെയിൻ സ്വിച്ച് ഓഫാക്കിയെന്ന്. എനിക്കറിയാടി നിന്റെയൊക്കെ പ്രവർത്തികള്. കുറച്ചു ദിവസമായിട്ട് ഞാനത് കാണുകയും കേൾക്കുകയും ചെയ്യാം. അതിന്റെ വെളിച്ചതല്ല ഞാൻ പറഞ്ഞത്. ആദ്യ കയറി ഇവിടെ നിൽക്കുമായിരുന്നു. ഉണ്ണേട്ടൻ എഴുന്നേറ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും പറയത്തില്ലായിരുന്നു. അവസാനം പിടിക്കപ്പെട്ടപ്പോ കഥകൾ മാറിയത് കണ്ടോ? എന്നെ കാണാൻ ആള് വന്നെന്ന്. പോട്ടടി, ഇനി തീരുമാനം മാറ്റില്ലമ്മേ. പുകഞ്ഞ കൊള്ളികൾ പുറത്ത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി മോളെ. അവളുമാരെ കൊണ്ടുള്ള ശല്യം നാളെ കൊണ്ട് തീരുമല്ലോ. മോള് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്.